ദില്ലിയിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രായപൂർത്തിയാകാത്ത കുറ്റവാളിയെ മോചിപ്പിച്ചത് സുപ്രീം കോടതി ശരിവെച്ചു. കുറ്റവാളിയുടെ മോചനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള വനിതാ കമ്മീഷന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. കുറ്റവാളിയെ തടവിൽ വയ്ക്കാനുള്ള നിയമം ഇല്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ കറുത്ത ദിനമാണിതെന്ന് ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഭിപ്രായപ്പെട്ടു. വിധിയിൽ ആശ്ചര്യമില്ലെന്നും രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും നിർഭയയുടെ മാതാപിതാക്കൾ പറഞ്ഞു. കുറ്റവാളിയുടെ മോചനം തടയുന്നതിനുള്ള അവസാന ശ്രമമായാണ് ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രത്യേക രീതിയിലുള്ള കേസാണിതെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിച്ചില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതിയുടെ മാനസികാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പ്രതിയെ വിട്ടയക്കാവൂ എന്നും മോചനം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹർജിയിലെ വികാരം മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിയമത്തിന് പരിധിയുണ്ടെന്നറിയിച്ചു. നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ല. 3 വർഷം പരമാവധി ശിക്ഷ പൂർത്തിയാക്കിയ ജുവനൈൽ കുറ്റവാളിയെ വീണ്ടും ജയിലിൽ പാർപ്പിക്കാനുമാകില്ല. കുറ്റവാളിയെ നിരീക്ഷിക്കാൻ സമിതിയെ വെക്കണമെന്ന ആവശ്യവും സുപ്രീം കോടതി തള്ളി. വിധിയിൽ ആശ്ചര്യമില്ലെന്നായിരുന്നു നിർഭയയുടെ മാതാപിതാക്കളുടെ പ്രതികരണം. अगर निर्भया के केस से किसी को सबक नहीं आया तो दुर्भाग्य है, इस देश का दुर्भाग्य है, इस देश में जीने वाली महिलाओं को और समाज को. കുറ്റവാളിയെ സ്വതന്ത്രനാക്കിയ സുപ്രീം കോടതി വിധിയിൽ രാജ്യത്തെ കറുത്ത ദിനമാണിതെന്നായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലിവാളിന്റെ പ്രതികരണം. കുറ്റവാളികളുടെ ശിക്ഷ ഉറപ്പാക്കുന്ന ബാലനീതി നിയമ ഭേദഗതി ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. ലോക്സഭ പാസാക്കിയ നിയമം ഇനി രാജ്യസഭ മാത്രം പാസാക്കിയാൽ മതി. നിയമത്തിന്റെ നിസ്സഹായസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് കുറ്റവാളിയുടെ മോചന ഉത്തരവിനെതിരെ നടപടി സ്വീകരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചത്. പാർലമെന്റിന്റെ അടിയന്തര ഇടപെടലിലേക്കാണ് കാര്യങ്ങൾ ഇനി വിരൽ ചൂണ്ടുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി കൂട്ടമാനഭംഗ കേസിലെ കുറ്റവാളിയെ മോചിപ്പിച്ചതിനെതിരെ ദില്ലിയിൽ വൻ പ്രതിഷേധം. കൗമാര കുറ്റവാളിയുടെ മോചനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാർലമെന്റിനാണെന്ന് ജ്യോതി സിംഗിന്റെ പിതാവ് പറഞ്ഞു. നീതി തേടി ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലെന്ന് മാതാവ് ആശാദേവി പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. നിസ്സഹായതയുടെ പ്രതിരൂപങ്ങളായാണ് ദില്ലി ജന്തർ മന്ദിറിൽ ആശാദേവിയും ബദ്രിനാഥ് പാണ്ഡെയും പ്രതിഷേധത്തിൽ പങ്കുചേർന്നത്. അവസാന പ്രതീക്ഷയായ സുപ്രീം കോടതിയും കൈവിട്ടതോടെ നീതി തേടി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ പ്രതീക്ഷയേറ്റ് പ്രതികരിച്ചു. और कल हम अंतिम मिनट तक लड़ाई लड़े कि शायद हमारी आवाज किसी तक पहुंच जाएगी. ജുവനൈൽ നിയമം പാസാക്കുന്നത് കേന്ദ്ര സർക്കാർ വൈകിപ്പിച്ചു. നീതി ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്നും കൗമാര കുറ്റവാളിയുടെ മോചനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാർലമെന്റിനെന്നും ജ്യോതി സിംഗിന്റെ പിതാവ് പറഞ്ഞു. पार्लियामेंट में बैठे हुए जो लोग हैं उनकी जिम्मेवारी है कि वो कुछ बनाए, कानून बनाए, चाहे जैसे भी मर्जी करें, उनकी जिम्मेवारी है. JNU, ഡൽഹി യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും പ്രതിഷേധ സ്വരം മറച്ചുവച്ചില്ല. इस जुवेनाइल को छोड़ने का मतलब है सीधा सारी गर्ल्स की जो सेफ्टी है उसका इशू खड़ा होता है. तो वो तो कुछ भी क्राइम करेंगे और आराम से छूट जाएंगे. तो मैं अपनी सरकार और अपनी कोर्ट से मैं खुश नहीं हूँ. ये नाबालिग बाहर रहेगा तो औरों के लिए भी खतरा करेगा. इसने ये क्राइम किया है तो इसकी सजा फांसी से कम नहीं होनी चाहिए. ദില്ലി സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കണക്കറ്റ് വിമർശിച്ച പ്രതിഷേധക്കാർ ബാലനീതി നിയമ ഭേദഗതി ചെയ്യുന്നതുവരെ പ്രതിഷേധ സ്വരം തുടരുമെന്നും വ്യക്തമാക്കി. നിയമത്തിന്റെ ചട്ടക്കൂടി ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി പ്രതിയുടെ മോചനം ശരിവച്ചതോടുകൂടി വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ശൈലേഷ് കലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അയോധ്യയിൽ വീണ്ടും രാമക്ഷേത്ര നിർമ്മാണത്തിനൊരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. VHPയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണത്തിനായി കല്ലുകൾ ഇറക്കി. പ്രദേശത്ത് VHP ശിലാപൂജയും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ അനുവാദമില്ലാതെയാണ് VHPയുടെ നീക്കം. രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള സൂചന നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ലഭിച്ചെന്ന് അവകാശപ്പെട്ടാണ് അയോധ്യയിലെ രാമസേവകപുരത്ത് VHP 2 ലോഡ് കല്ലുകൾ ഇറക്കിയത്. രാമജന്മഭൂമി ന്യാസ് അധ്യക്ഷൻ മഹന്ത് നൃത്യാഗോപാൽ ദാസിന്റെ കാർമ്മികത്വത്തിൽ ശിലാപൂജയും നടത്തി. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കല്ലുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഭരിക്കുമെന്ന് 6 മാസം മുമ്പ് VHP പ്രഖ്യാപിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കല്ലുകൾ എത്തിക്കുമെന്നും VHP വക്താവ് ശരത് ശർമ്മ പ്രഖ്യാപിച്ചു. രാമക്ഷേത്ര നിർമ്മാണ പ്രശ്നം കോടതിയുടെ പരിഗണനയിലാണ്. കല്ലുകൾ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നില്ലെന്ന് ഉത്തർപ്രദേശ് ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി ദേവാശിഷ് പാണ്ഡെ പറഞ്ഞു. VHP അധികാരത്തിലുള്ള സ്വകാര്യ സ്ഥലത്താണ് കല്ലിറക്കിയതെന്നും മതസൗഹാർദ്ദം തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമുണ്ടായാൽ പോലീസ് ഇടപെടുമെന്നും ഫൈസാബാദ് SP വ്യക്തമാക്കി. 2.25 ലക്ഷം ക്യൂബിക്കടി കല്ലാണ് ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യം. ഇതിൽ 1.25 ലക്ഷം ക്യൂബിക്കടി ഇപ്പോൾ തന്നെ സംഭരിച്ചിട്ടുണ്ട്. അയോധ്യയിലെ തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിനും പള്ളി നിർമ്മാണത്തിനും അനുവദിക്കണമെന്ന് 2010 അലഹാബാദ് ഹൈക്കോടതി വിധിച്ചിരുന്നു. എന്നാൽ അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു.
ഇതിനിടയിലാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രാമക്ഷേത്ര നിർമ്മാണത്തിന് VHP നടപടി തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ ഉയർത്തിക്കാണിച്ച കത്ത് സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കുമെന്ന് സരിത. കമ്മീഷനിൽ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സരിത. എറണാകുളം ACJM കോടതിയിൽ രഹസ്യമൊഴി നൽകുമ്പോൾ മജിസ്ട്രേറ്റ് അത് രേഖപ്പെടുത്തിയിരുന്നുവെന്ന് സരിത കമ്മീഷനിൽ മൊഴി നൽകി. അറസ്റ്റിലാകുമ്പോൾ പോലീസ് പിടിച്ചെടുത്ത പെൻഡ്രൈവും CD-യും മഹസറിൽ രേഖപ്പെടുത്തിയില്ലെന്നും മൊഴി നൽകി. അതേസമയം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വിസ്തരിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ബിജു രാധാകൃഷ്ണന്റെ അപേക്ഷ കമ്മീഷൻ പിന്നീട് പരിഗണിക്കാനായി മാറ്റി. 2013 ജൂലൈ മാസത്തിൽ എറണാകുളം ACJM കോടതിയിൽ ഹാജരാക്കവെയാണ് തനിക്ക് രഹസ്യമായി ചിലത് പറയാനുണ്ടെന്ന് സരിത മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടത്. 20 മിനിറ്റ് നേരം രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നുവെന്ന് സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. തന്നെ കാണാനായി പത്തനംതിട്ട ജയിലിൽ വന്ന ഫെനി ബാലകൃഷ്ണന് ജയിലിൽ വെച്ചെഴുതിയ കത്ത് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് കൈമാറിയത്. കൈമാറുന്നതിന് മുൻപ് കത്ത് ജയിൽ സൂപ്രണ്ട് ഓടിച്ചു വായിച്ചു നോക്കിയെന്ന് സരിത പറഞ്ഞു. ഇത് സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ടും ഫെനി ബാലകൃഷ്ണനും കമ്മീഷന് നൽകിയ മൊഴിയിൽ തെറ്റുണ്ടെന്നും താൻ എഴുതിയ കത്ത് 21 പേജല്ലെന്നും അതിൽ കൂടുതലുണ്ടായിരുന്നെന്നും സരിത കമ്മീഷനെ അറിയിച്ചു. ഈ കത്ത് R. ബാലകൃഷ്ണപിള്ളയെ ഏൽപ്പിക്കാനായി ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാറിന് കൈമാറാൻ ഫെനി ബാലകൃഷ്ണനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും സരിത കമ്മീഷനോട് പറഞ്ഞു. അതേസമയം മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ ഉയർത്തിക്കാണിച്ച കത്ത് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കുമെന്നും ബിജു രാധാകൃഷ്ണൻ തന്നെ വിസ്തരിക്കുന്നതിനോട് തനിക്ക് എതിർപ്പില്ലെന്നും സരിത മാധ്യമങ്ങളോട് പറഞ്ഞു. ഹാജരാക്കും തന്നെയാണ് ഇപ്പോഴും വിശ്വാസം. ഹാജരാക്കാതിരിക്കില്ല. ഒരാളോട് ചോദ്യം ചെയ്യാനുള്ള അവകാശം നിശ്ചിതമല്ലല്ലോ. ചോദിക്കട്ടെ. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാനസിക സമ്മർദ്ദത്താൽ അഭിഭാഷകൻ വക്കാലത്തൊഴിഞ്ഞ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, PA മാധവൻ MLA, ഷാലു മേനോൻ, ഫെനി ബാലകൃഷ്ണൻ, സരിത എന്നിവരെ നേരിട്ട് വിസ്തരിക്കാൻ തനിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ബിജു രാധാകൃഷ്ണന്റെ അപേക്ഷ പരിഗണിക്കുന്നത് കമ്മീഷൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദില്ലി ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം. വിഷയത്തിൽ അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ പ്രസ്താവന നടത്തി. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മൈതാനമായിരുന്ന സ്ഥലം സ്റ്റേഡിയമായി നവീകരിച്ചിട്ടുണ്ടെന്നും ജെയ്റ്റ്ലി പറഞ്ഞു. 114 കോടി രൂപയ്ക്ക് നവീകരിച്ച സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ജെയ്റ്റ്ലി വ്യക്തമാക്കണമെന്ന് ആരോപണം ഉന്നയിച്ച് BJP MP കീർത്തി ആസാദ്. ജെയ്റ്റ്ലി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ ബഹളമുണ്ടായി. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഇന്നസെന്റ് MP ലോക്സഭയിൽ. അന്യന്റെ അടുക്കളയിൽ എന്തു പാകം ചെയ്യുന്നുവെന്നല്ല നോക്കേണ്ടത് എന്ന് ഇന്നസെന്റ് പറഞ്ഞു. വൻകിട ആശുപത്രികൾ രോഗികളെ ചൂഷണം ചെയ്യുകയാണെന്നും ഇന്നസെന്റ് ആരോപിച്ചു. ക്വാളിറ്റി പണ്ടെങ്ങാണ്ട് പല മരുന്നുകളും നമ്മളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ മരുന്നുകൾക്കൊക്കെ ഇന്ന് ആ ക്വാളിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മരുന്നുകൾ, ആ മരുന്നുകൾ അവർ ഉപേക്ഷിച്ച മരുന്നുകളാണോ, അതും നമ്മൾ നോക്കേണ്ടതാണ്. വല്ലവന്റെ അടുക്കളയിൽ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്ന് നോക്കലല്ല നമ്മുടെ ചുമതല. അവരെന്ത് വേണേ കഴിച്ചോട്ടെ, അതല്ല, അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളുണ്ട്. ദില്ലി ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതി ആരോപണത്തിൽ അരുൺ ജെയ്റ്റ്ലിയെ പിന്തുണച്ച് BJP അധ്യക്ഷൻ അമിത് ഷാ. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു. एक ऐसा विवाद खड़ा करना अरुण जी के नाम से जिसमें दूर दूर तक कहीं पर भी अरुण जी का कोई इन्वॉल्वमेंट नहीं है, ना किसी का हो सकता है. अरुण जी इतने लंबे समय से सार्वजनिक जीवन में पारदर्शिता के लिए उनका उदाहरण देना, एग्जाम्पल दिया जाता है. इस तरह का जीवन जिए हैं, मगर एक बात का बटंगर बनाकर बेवजह विवाद खड़ा कर सार्वजनिक जीवन में अरुण जी की जो उच्च प्रतिभा और उच्च स्थान बना है उसको विवाद में घसीटने का आप पार्टी का जो प्रयास है वो मैं मानता हूं. കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ RSS നീക്കം നടത്തുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. RSSും കോൺഗ്രസും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്നും കോടിയേരി പറഞ്ഞു. വർഗീയ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്തത് ധാരണയുടെ ഭാഗമായിട്ടാണെന്നും കോടിയേരി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം പിണറായിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന പ്രസംഗം ചെയ്യുന്നു, വർഗീയ വികാരം ഇളക്കിവിട്ടു എന്ന് പറഞ്ഞ് IPC 153 വകുപ്പനുസരിച്ച് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്ത കേസിന്റെ മേൽ ഇതുവരെ തുടർ നടപടി സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തു, മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ പേരിൽ. കേസ് ചാർജ് ചെയ്തെന്നുള്ളതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ല.
ശാശ്വതികാനന്ദയുടെ വധവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയില്ല. ഈ 3 കേസിന്റെ കാര്യത്തിൽ സ്വീകരിച്ച ഈ സമീപനം RSSനെ പ്രകോപിക്കാതിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സംഭവത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം. ഇത് UDF ഗവൺമെന്റിന്റെ BJPയോടുള്ള മൃദു സമീപനത്തിന്റെ ഭാഗമാണ്. കുമ്മനം രാജശേഖരനെതിരെ കോടിയേരി. ക്ഷേത്രങ്ങൾ RSS കാര്യാലയങ്ങളാക്കാനാണ് കുമ്മനം ശ്രമിക്കുന്നതെന്ന് കോടിയേരി പറഞ്ഞു. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളെയും വർഗീയ കലാപ ഭൂമിയാക്കാനാണ് RSS നീക്കമെന്നും കോടിയേരി കാസർഗോഡ് പറഞ്ഞു. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും നടത്തിയ പ്രവർത്തനത്തിൽ കൂടിയാണ് കേരളത്തിൽ ഈ മാറ്റമുണ്ടായത്. എന്നാൽ ഇതിനെ തകർക്കാൻ ആസൂത്രിതമായ ചില നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിലേറ്റവും വിഷലിപ്തമായൊരു പ്രചരണമാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന RSS ആസൂത്രണം ചെയ്ത പ്രചരണം. ക്ഷേത്രങ്ങൾ അത് RSSന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. അതിനുവേണ്ടി RSSകാരായിട്ട് പ്രവർത്തിക്കുന്നവരെ ക്ഷേത്രത്തിൽ നിയോഗിച്ച് ഓരോ ക്ഷേത്രങ്ങളും RSS കാര്യാലയങ്ങളാക്കി മാറ്റുക. ക്ഷേത്ര ഭരണസമിതികൾ RSS സംഘടന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് RSS ലക്ഷ്യമിടുന്നത്. ഈ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളും വർഗീയ കലാപ ഭൂമികളാക്കി മാറ്റുക. ഇതാണ് RSS ലക്ഷ്യമിടുന്നത്. വർഗീയ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ആലുവയിലെ വിവാദ പ്രസംഗത്തിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി കോടതിയെ സമീപിച്ചത്. വിവാദ പ്രസംഗത്തിനെതിരെ പോലീസ് നടപടികൾ തുടരുന്ന സാഹചര്യത്തിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുൻകൂർ ജാമ്യം തേടിയത്. താൻ മാന്യമായി ജീവിക്കുന്ന വ്യക്തിയാണെന്നും മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചിട്ടില്ലെന്നും പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിലെ വിദ്വേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു. തന്നെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. മതസ്പർദ്ധ വളർത്തിയതിന് തെളിവില്ലെന്നും തനിക്കെതിരെ മുസ്ലിം സംഘടനാ നേതാക്കൾ ആരും പരാതി നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് VM സുധീരൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി നൽകിയ നിർദ്ദേശം പോലീസ് അന്വേഷണം നടത്താതെ നടപ്പാക്കുകയായിരുന്നുവെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച ജസ്റ്റിസ് AM ഹരിപ്രസാദ് സർക്കാർ നിലപാട് അറിയിക്കാൻ മാറ്റിവെച്ചു. അതേസമയം കേസിൽ പരാതിക്കാരനായ TN പ്രതാപൻ MLAയിൽ നിന്നും അന്വേഷണ സംഘം തൃശൂരിൽ മൊഴി രേഖപ്പെടുത്തി. വെള്ളാപ്പള്ളിയുടെ നാക്ക് പിഴച്ചതല്ലെന്നും ബോധപൂർവം പ്രസംഗിച്ചതാണെന്നുമുള്ള തെളിവ് താൻ കൈമാറിയതായി പ്രതാപൻ പറഞ്ഞു. ബോധപൂർവം ഒരു നാവിൽ നിന്ന് വന്ന ഒരു പെശകല്ല. പ്രസംഗത്തിന് ശേഷം നടത്തിയ മാധ്യമ സമ്മേളനത്തിലും ഇത് ആവർത്തിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ബോധപൂർവം നടന്നത് ഇനി ഉണ്ടാകാൻ പാടില്ല, നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തത്. ഹൈക്കോടതിയിലെ കേസിൽ താൻ കക്ഷി ചേരുന്നില്ലെന്നും TN പ്രതാപൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി, തൃശൂർ. പാണ്ടിമേളത്താൽ അയ്യപ്പസന്നിധിയിൽ സംഗീതാർച്ചനയൊരുക്കി എക്സൈസ് ജീവനക്കാർ. തൃശൂരിൽ നിന്നുള്ള 101 അംഗ സംഘത്തെ അണിനിരത്തിയാണ് എക്സൈസ് ജീവനക്കാർ ചെണ്ടമേളം കൊഴിപ്പിച്ചത്. തിരുവമ്പാടി, പാറമേക്കാവ് മേളസംഘങ്ങളിലുള്ളവരാണ് സന്നിധാനത്ത് കൊട്ടിക്കയറിയത്. അയ്യപ്പ സന്നിധിയെ രൗദ്രതാളത്താൽ മുഖരിതമാക്കി പാണ്ടിമേളം. തിരുവമ്പാടി, പാറമേക്കാവ് മേളസംഘങ്ങളിലുള്ളവരടക്കം 101 അംഗ സംഘം തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിന് സമാനമായാണ് സന്നിധാനത്ത് കൊട്ടിക്കയറിയത്. എക്സൈസ് ജീവനക്കാരുടെ കാണിക്കയായാണ് ശബരീശ സന്നിധിയിൽ പാണ്ടിമേളം അരങ്ങേറിയത്. എക്സൈസ് ജീവനക്കാരുടെ ശബരിമല ഡ്യൂട്ടിയിലുള്ളവരുടെ സംസ്ഥാനത്തുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഒരു അർപ്പണമായിട്ടാണ് ഈ മേളം കഴിഞ്ഞ വർഷം മുതൽ നടത്തിയത്. തിരുവമ്പാടി സംഘത്തിലെ സഹപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരുടെയും പാറമേക്കാവ് സംഘത്തിലെ സഹപ്രമാണി കൊമ്പത്ത് അനിലിന്റെയും നേതൃത്വത്തിലായിരുന്നു മേളം. മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരി തിരി തെളിയിച്ചതോടെ ആരംഭിച്ച മേളം 2 മണിക്കൂറോളം തുടർന്നു.